ഹൈസ് വെൽക്കം ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് ഫ്രീ ഫയർ മാക്സിലോ അതോ ഫ്രീ ഫയറിലോ നിങ്ങൾക്ക് പി സിയിൽ ഇമോട്ട് ഇടുന്ന പോലെ ഇങ്ങനെ ഒരു സെക്കൻഡുകൾ ഇങ്ങനെ ഒരു ഇമോട്ട് ഇങ്ങനെ 10 ഇതിൽ ഇങ്ങനെ നിൽക്കണ പോലെ അടിക്കുക. എന്നുവെച്ചാൽ ഇമോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുക സ്പീഡിൽ. അങ്ങനെ ഇങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പം അതിനു വേണ്ടി നിങ്ങൾ ഫസ്റ്റ് ഒന്ന് സബ് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ ലൈക്കും കൂടി ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എത്ര പേർക്ക് ഇതായിന് സക്സസ് ആയിന്ന് പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഒക്കെ പോകാം. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ തുടക്കം തന്നെ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കീ മാപ്പർ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ആക്കണം. ഓക്കെ, കീ മാപ്പറിനെ നിങ്ങൾക്ക് ഇത് കാണിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട അറിയില്ല എന്നുള്ള ഇതുപോലെ ഞാൻ ഇത് കാണിച്ചത്. കീ മാപ്പർ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കീ മാപ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ വരും. അപ്പോൾ നിങ്ങൾക്ക് മേലെ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വെറുതെ ഏതാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഈ കാണുന്നതാണ് കീ മാപ്പർ. അപ്പോൾ ജസ്റ്റ് ഇതാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതാണ്, ഇത് ഡൗൺലോഡ് ചെയ്യലാണ്. ഓക്കെ, മൂവി ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഫാസ്റ്റിംഗ് കൊടുക്കാം. ഡൗൺലോഡ് ആവലാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അതിന് മുമ്പേ പിന്നെ നമ്മൾ റെഡീം കോഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, റെഡീം കോഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടി നിങ്ങൾ എൻ്റെ ചാനലെടുത്ത് അവിടെ വാട്സപ്പ് ലിങ്ക് ഉണ്ട്. ഒന്ന് ജസ്റ്റ് വാട്സപ്പിൽ കയറിയാൽ മാത്രം മതി. അത്രമാത്രം ഇതാ നിങ്ങൾക്ക് റെഡീം കോഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ ഞാൻ പോസ്റ്റായിട്ടും റെഡീം കോഡ് ഇടും. പക്ഷേ വലിയ പൈസൻ്റെ റെഡീം കോഡൊന്നും പോസ്റ്റായിട്ട് ഇടത്തില്ല, കാരണം അത് വേഗം പോവും. വലിയ പൈസൻ്റെ റെഡീം കോഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് നമ്മളെ ഗ്രൂപ്പിലൂടെയാണ് കൊടുക്കുക. പിന്നെ ലൈവ് ഉണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആപ്പും കാര്യങ്ങളും ഓപ്പൺ ആയിട്ടുണ്ട്. കീ മാപ്പറിനുള്ള ആപ്പും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ട ചെറിയ സ്റ്റെപ്പ്, ഫ്രീ ഫയർ എടുത്തിട്ട് ഫ്രീ ഫയർ ട്രെയിനിങ് ഗ്രൗണ്ട് എടുക്കേണ്ടതാണ്. ട്രെയിനിങ് ഗ്രൗണ്ട് പോയതിന് ശേഷം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. 2 ടൈപ്പിൽ വേണം സ്ക്രീൻഷോട്ട് എടുക്കാൻ. 2 ടൈപ്പിൽ വേണ്ട, ഒരു ടൈപ്പ് മതി. ഓക്കെ, ഒരു ഇതിൽ 2 സ്ക്രീൻഷോട്ട് 2 അടിച്ചിടണം. അപ്പോൾ ആദ്യം എങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് വെച്ചാൽ ഇമോട്ടിൽ നിൽക്കുക, അതിന് ശേഷം നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചു തരാം. സ്ക്രീൻഷോട്ട് കൊണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് നേരെ കീ മാപ്പർ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറാം. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ ഇത് ഫിക്സ് ചെയ്യാൻ വരും. ജസ്റ്റ് ഇവിടെ നമുക്ക് മേലെന്ന് മുതൽ ഫിക്സ് ചെയ്ത് തരാം, എനേബിൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ആപ്സ് കീ മാപ്പർ ഇതൊന്ന് ഓണാക്കിയിട്ടാൽ മാത്രം മതി. ഇതും ഓക്കെ, ഇത് രണ്ടും ഓണാക്കിയിടുക. സോറി ഇത് വേണ്ട, സോറി. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ഫിക്സ് ചെയ്ത് സെക്കൻഡ് പ്രോബ്ലം ഫിക്സ് ചെയ്യാം. ഇതാ കണ്ടോ, സെക്കൻഡ് പ്രോബ്ലം ഫിക്സ് ചെയ്ത് ലാസ്റ്റ് പ്രോബ്ലം അതും ഫിക്സ് ചെയ്ത്. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരുന്നുണ്ട്, വെറുതെ അതിന് വലുതാക്കണ്ട. ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, പ്ലസ് എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ടാപ്പ് ടു റെക്കോർഡ് ട്രിഗറിനുണ്ടാവും. ജസ്റ്റ് ഒന്ന് നക്കി കൊടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ ഒരു തരും ആരും ഇതൊക്കെ ക്യാൻസൽ ആക്കി. ഇവിടെ ആക്ഷൻസ് ഉണ്ടാവും, ജസ്റ്റ് അവിടെ കൊടുക്കുക. എല്ലാം ടാപ്പ് സ്ക്രീൻ ഉണ്ടാവും. ഞാൻ ഇവിടെ കൊടുത്തുള്ളത് ഇപ്പോൾ ആദ്യം മുന്നിൽ കാണിക്കുന്നതുകൊണ്ട് ഏഡ് ഇത് കൊടുക്കുക, ആക്ഷൻ. അപ്പോൾ ടാപ്പ് സ്ക്രീൻ കാണും, ജസ്റ്റ് ടാപ്പ് സ്ക്രീൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്താൽ അതിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്തതാണ്, ഇതിവിടെ
അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇമോട്ടിനനുസരിച്ചാണല്ലോ ഫസ്റ്റ് നമുക്ക് ഇമോട്ട് നിൽക്കണ ആ ഒരു ബട്ടണും കാര്യങ്ങളൊക്കെ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഫസ്റ്റ് അത് വെച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. വലിയ പണി ഒരു ഇതേപോലെ വെച്ചെടുക്കുക. ഒരു സർക്കിൾ ഇത് കാണിച്ചു തരാം. ഇതേപോലെ ഇമോട്ടിൽ അത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെലക്ട് സ്ക്രീൻഷോട്ടിനുള്ള സോറി അത് ചെയ്തതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ ടിക്കിൻ്റെ ബട്ടൺ കാണാൻ പറ്റും. ഇവിടെ ഒന്നും ചെയ്ത് എടുക്കണ്ട, ഇത് സോക്ക് അടിക്കുക. അപ്പോൾ ഇവിടെ ഫയലും കാര്യങ്ങളൊക്കെ റെഡിയായി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിൽക്കേണ്ട ശേഷം ഇവിടെ റിപ്പീറ്റ് എന്നുള്ളത് കാണാം. ഇവിടെ നമുക്ക് 50 വേണ്ട, 20 മതി. ഇന്നുള്ള 20, ഇവിടെ 400 അവിടെ 20 ആക്കിയാൽ മതി. ഇനി ഇവിടെ ഡൺ കൊടുക്കുക. അടുത്ത് ഇതിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അതിൽ തന്നെ ആഡ് സ്ക്രീൻ ടാപ്പ്. അടുത്തതായി കൊടുക്കേണ്ടത് നമ്മൾ ഇമോട്ടാണ്. ഇമോട്ടാണ് വേണ്ടിയെന്നുള്ളത്. അപ്പം ഞാൻ ഇവിടെ ഈ ഒരു ഇമോട്ടിനെയാണ് സെലക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഗ്ലോലി ഇമോട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇമോട്ടിൻ്റെ അടുത്ത് വെച്ചെടുത്താൽ മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾ മനസ്സിലാവേണ്ട. ഓക്കെ, ഇതേപോലെ ഇതേപോലെ ആ ഒരു കറക്റ്റ് ലൈൻ വെച്ചെടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ ടിക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ രണ്ടും ആഡ് ആയിട്ടുണ്ട്. ഇത് രണ്ടും ഒന്നേക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഇതും റിപ്പീറ്റ് അടിച്ച് നോക്കാം. ഇത് ഫസ്റ്റ് ഇതിലായില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു പ്രോസസ്സ് ചെയ്യാണ്ട് ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ട്രെയിലായില്ലെങ്കിൽ ഒരു ചെറിയ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. ഇത് ചെറിയ കുഴപ്പം വിട്ടുപോയിട്ടുണ്ട് ഗൈസ്. ചെറിയ കുഴപ്പം വിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഇങ്ങനെ വോളിയം ബട്ടൺ നെക്കി പിടിച്ചാലാണ് ഇതുണ്ടാവുക. ഞാൻ ഇപ്പോൾ ശരിയാക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ആദ്യം മുതലേ ഉണ്ടാക്കാം, കാരണം ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. ടാപ്പ് സോറി വെയിറ്റ്. ഇവിടെ ആഡ് ട്രിഗർ അഡിൻസിൽ പോവുക. അവിടെ ഓക്കെ, കീ മേപ്പറാണ്. വോളിയം അസിസ്റ്റന്റ് വോളിയം കൊടുത്താൽ വേണ്ട, വോളിയം വേണ്ട. ഓക്കെ, ഇപ്പം ശരിയായിട്ടുണ്ട്. ഞാൻ ഓഫാക്കി നേരത്തെ ശരിയാക്കി. ഓക്കെ, ഇട്ട് കൊടുക്കുക. സെലക്ട് നേരത്തെ പോലെ തന്നെ ചെയ്യുക. ഇതിൽ നമുക്ക് ഫസ്റ്റ് ഇവിടെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഇത് കാണിച്ച് ബോറടിപ്പിക്കണില്ല. ഓക്കെ, അപ്പം ചെറിയ പ്രോബ്ലം നമ്മൾ ശരിയാക്കണത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ അയച്ചിട്ട് കുഴപ്പം വേണ്ട. ഓക്കെ, ഇതേപോലെ ഇപ്പോൾ ട്രിഗറാണ് അത് നിൽക്കുക. പ്രസ് യുവർ കീ വോളിയം ബട്ടൺ അപ്പ് വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്ലസ് ആണ്. നമ്മൾ ലോങ് പ്രസ്സിൽ കുമ്പം ഇങ്ങനെ അടിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇനി ആക്ഷനിൽ പോവുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ ആക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാണ്. അപ്പോൾ ആക്ഷൻ കാര്യങ്ങൾ ഞാൻ ഇവിടെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. ഓക്കെ, ആക്ഷൻ കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ആക്ഷൻ ആഡ് ആക്ഷൻ. ഇവിടെ ടാപ്പ് സ്ക്രീൻ സെലക്ട് നേരത്തെ ചെയ്ത പോലെ സെയിം സാധനം ഇവിടെ അടിച്ചു കൊടുക്കുക. സെലക്ട് സോറി ഇത് ചെയ്ത് മറുപോട്ടാണ്. ഓക്കെ, അതിനുശേഷം തിരിച്ച് പോയി ഇതൊന്ന് സെറ്റ് ആക്കേണ്ടതാണ്. റിപ്പൻറ്റ് 15 മാറ്റി 20 നോക്കുക. ഇവിടെ 400 മാറ്റി 20 നോക്കുക. ഓക്കെ, ഡൺ കൊടുക്കുക. അതിനുശേഷം ഇവിടെ എഡിറ്റ് എന്ന് കാണാൻ പറ്റും, അത് നിൽക്കുക. അത് മാറിപ്പോയതാണ് ചേച്ചി. നെക്സ്റ്റ് എഡിറ്റ് എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് ടാപ്പ് സ്ക്രീൻ മാറിപ്പോയി സോറി. അത് പിന്നും
സെലക്ട് ചെയ്യുക. അയ്യോ, ഓക്കെ, സെലക്ട് ഇറ്റ് ആൻഡ് ദീസ് ഇത് കാണിക്കുക. രണ്ട് കുറേ നോക്കുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ നേരത്തെ ചെയ്ത അതേ മോഡലിൽ തന്നെ ഇത് ചെയ്തെടുക്കുക. നേരത്തെ ചെയ്ത സെയിം സാധനം തന്നെ. ഫസ്റ്റ് ട്രയലാണ് ശരിയാവുന്നത് എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിശ്വാസം. ഇപ്പം എല്ലാം ഡണ്ണായി, ഫിനിഷ്ഡ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് നേരെ ഫ്രീ ഫയർ ഒന്ന് എടുത്ത് നോക്കാം. നമ്മളിപ്പോൾ ഫ്രീ ഫയറിൽ ട്രെയിനിങ് ഗ്രൗണ്ടിലാണ് ഉള്ളത്. റേഞ്ചിൻ്റെ കുഴപ്പമാണ് ഗൈസ്, ഒന്ന് വെയിറ്റ് ചെയ്യും. ഇങ്ങനെ ഇടാറ്റല്ലേ, ഇങ്ങനെ 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 കഴിപ്പിങ്ങനെ ഇടാറ്റല്ലേ. ഇതൊക്കെ ഞാൻ കണ്ടില്ല. ഇങ്ങനെയാണ് നിങ്ങൾ ലോലിമുട്ടുള്ളവര് വിത്തൗട്ട് ഫോണിൽ കളിക്കുന്നവര്, അതും ലോലിമുട്ടുള്ളവരാണെന്ന് വെച്ചാൽ ഈ ആപ്പ് കയറ്റി നിങ്ങൾ ട്രൈ ചെയ്യണം. ഇതൊക്കെ ഒന്നുകൂടി കാണിച്ചു തരാം. ലോലിമുട്ടുള്ളവർക്ക് പറ്റാണ് പിന്നെ. പോലെ ചെയ്ത് നോക്കാം, സക്സസ് ആവാനില്ല. അപ്പോൾ എല്ലാവരും നമ്മൾ റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും പെട്ടെന്ന് സബ്ജക്റ്റ് വരാം. പിന്നെ 200 സബ്സ്ക്രൈബേഴ്സ് ആയി നമ്മൾ 300 രൂപയുടെ റെഡിങ് കോഡും കാറിലൊക്കെ. ഓക്കെ, 300 രൂപേൻ്റെ റെഡിങ് കോഡുകളൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. ഇനി നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. ഫസ്റ്റ് നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമാകും. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 300K അടിക്കാൻ പറ്റൂ. അത് നിങ്ങളെ സപ്പോർട്ട് മാത്രം ഉണ്ടെങ്കിലേ എനിക്കിപ്പോൾ നടക്കുള്ളൂ. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വലിയ വലിയ ഇതിലെത്താൻ പറ്റുള്ളൂ. റെഡിങ് കോഡ് കൊടുക്കും, അതായത് സബ്സ്ക്രൈബ് ചെയ്തെത്തും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ വേണ്ടി ഒന്ന് കളിച്ചിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ വേണ്ടിയൊക്കെ ഉണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മതി മതി അതൊക്കെ ഈ വഴിൻ്റെ വീഡിയോ ഇത്രയുള്ള രൂപയുടെ മേടിക്കുക അങ്ങനെ കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. സബ്ജക്റ്റ്